ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ ഇപ്പുറത്ത് വിജയൻ തിരുപടികളുടെ ഒരു പടം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പടമോ വിഗ്രഹമോ എന്തുകൊണ്ടെങ്കിൽ സ്ഥാപിക്കാം, ഒന്നും കുഴപ്പമില്ല. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അറിവോടും ആശീർവാദത്തോടും കൂടി നടന്ന വലിയ പകൽക്കൊള്ള എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതിലും വലിയ ഒരു വലിയ തട്ടിപ്പാണ്. ഇത്ര കാലവും ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഈടായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടോറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. ഗുരുതരമായ ക്രമക്കേടുകൾ, ധൂർത്ത്, അഴിമതി, പണത്തിന്റെ കണക്ക് വ്യക്തമാകാത്തതടക്കം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പിന്നിൽ നടന്ന വൻ തിരിമറിയിലേക്ക് വെളിച്ചം വീശുന്നതാണ് കോടതിയുടെ ഇന്നലെ ഇറങ്ങിയ ഉത്തരവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീശയിൽ നിന്നെടുത്ത കാശുകൊണ്ട് എങ്ങനെയാണ് ഒരു സർക്കാർ ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി നടത്തി അത് പൊളിഞ്ഞു പാളീസായി അതിന്റെ പിന്നിൽ നടന്ന ധൂർത്തും ക്രമക്കേടും മറച്ചു വെക്കാൻ ശ്രമിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ. അഡ്വക്കേറ്റ് ജയശങ്കർ, പുണ്യതീരത്ത് വിശ്വമാനവിക മഹാമഹം എന്നാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിക്ക് പിന്നിൽ എഴുതിയിരുന്നത്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് കിടക്കയുടെ, ഭക്ഷണത്തിന്റെ, മുറിവാടകയുടെ ഒക്കെ പേരിൽ വൻ തിരിമറി നടത്തിയതിന്റെ കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. ഫലം കണ്ടില്ല എന്നുള്ളത് പോട്ടെ, ഇത് യഥാർത്ഥത്തിൽ അടിച്ചുമാറ്റൽ മഹാമഹമായിരുന്നു. എവിടെ പോണു? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഇത് വോട്ട് ലാക്കാക്കിയുള്ള ഒരു കലാപരിപാടിയാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, പല സ്ഥലത്തും UDF സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ ഒക്കെ കാണുന്നത് ആ UDFന്റെ വോട്ടിലുണ്ടായ വർധനവല്ല, അത് ആനുപാതികമായ വർധനവേ ഉണ്ടായിട്ടു. മറിച്ച് CPM കിട്ടിയ വോട്ടിൽ വലിയ കുറവ് സംഭവിക്കുന്ന, CPM നിന്ന് കുറയുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് അല്ല പോയിട്ടുള്ളത്, അല്ലെങ്കിൽ UDFിലേക്ക് അല്ല പോയിട്ടുള്ളത്, അധികം BJPയിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് കോഴിക്കോട്, വടകര, കണ്ണൂർ മുതലായ വടക്കൻ കേരളത്തിലെ CPM പ്രാമുഖ്യമുള്ള ജില്ലകളിൽ പോലും വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ പാർട്ടിക്കാർക്ക്, സഖാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വിട്ടുപോയ വോട്ടുകൾ പാർട്ടിയുടെ കോർ വോട്ടുകളാണ്, അത് പോയിട്ടുള്ള BJPയിലേക്കാണ്. ആ വോട്ടുകളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും പരിഹാരക്രിയ ചെയ്യണം. അതിന് അവർ പ്രശ്നം വച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ പരിഹാരക്രിയയാണ് സത്യത്തിൽ അയ്യപ്പ സംഘം. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് CPMകാരെ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ്. അതാണ് നേരത്തെ യുവതികളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ CPMന് തിരിച്ചടി ഉണ്ടായത്. ശബരിമലയ്ക്ക് പോകുന്ന അധികവും ഈഴവരാതി പിന്നാക്ക സമുദായക്കാരാണ്. അവർ തന്നെയാണ് CPMന്റെ വോട്ട് ബാങ്ക്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭഗവാൻ ധർമ്മശാസ്താവിന്റെ മധ്യസ്ഥതയിൽ ഒരു ശ്രമം നടത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത്. അതിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷേ അതിന്റെ പരിശ്രമം അതിന്റെ ഫലപ്രാപ്തിയിലെത്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പങ്കാളിത്തം വളരെ ശുഷ്കമായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പാർട്ടിക്കാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ അവർ വന്നേനെ. പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലേക്കുള്ള പാർട്ടി സഖാക്കൾ നിർബന്ധമായിട്ട് ഇതിന് പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞ് കുറച്ച് പേര് കുളിച്ച് കുറിയൊക്കെ തൊട്ട് അയ്യപ്പ ഭക്തന്മാരായിട്ട് അവിടെ അവതരിച്ചേ. പക്ഷെ പാർട്ടിക്കാരും പോയില്ല, ഭക്തന്മാരും പോയില്ല. വന്നിട്ട് പോയിട്ടും ഈ സർക്കാരിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് പേർ മാത്രമേ എത്തിയുള്ളൂ. അതുകൊണ്ടാണ് സംഗമം പരാജയപ്പെട്ടത്. പിന്നെ ഈ സംഗമത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ അത് ഉപയോഗിക്കപ്പെടാതെ ഉപയോഗശൂന്യമായി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ ബാക്കി വന്ന നെയ്യോ കർപ്പൂരമോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ എന്താ വെച്ചാൽ അത് അവിടെ അതിന് വന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ ചാക്കി കെട്ടി കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് അവിടെ കിടത്ത് വെറുതെ ചീത്തയായി പോവുക. നമ്മൾ കണ്ടല്ലോ, നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ സദ്യ നടത്തി കഴിയും, കുറേ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവസാനം ചിലവാവാതെ പോകും. അത് പിന്നെ എന്താ ചോദിച്ചാൽ വല്ല അനാഥാലയത്തിൽ കൊണ്ടു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരില്ലേ. അതുപോലെ ആളുകൾ എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിപാടിയായിരുന്നു ധൂർത്ത്. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്തയല്ലേ ഉള്ളൂ. ഈ പരിപാടി നല്ല രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ അത് സർക്കാരിന് ഒരു യശസ്കരമാകുമായിരുന്നു. കാരണം ഭക്തന്മാരെ പ്രീണിപ്പിക്കാൻ അല്ലെങ്കിൽ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ, ശബരിമല നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അതിന് പരിഹാരം കണ്ടെത്താനൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇത് സംഭവിച്ചില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇപ്പൊ ഇത്ര ദൂരത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്താണ് പൂർണ്ണമായിട്ടും ഇത് ചെയ്തതെങ്കിൽ പോലും അത് കുഴപ്പമില്ല, നമുക്ക് ന്യായീകരിക്കാവുന്നുള്ളൂ. ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ പണം ഖജനാവിൽ ചെലവാക്കാൻ ഇതിൽ എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഇവർ പറയുന്നത് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയുള്ള വിവിധ ആശയ രൂപീകരണം എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കോടതിയുടെ കൺകറൻസ് ഇല്ലാതെ ഒരു പ്രവൃത്തിയും ശബരിമല അനുബന്ധ വികസന പദ്ധതികളായിട്ട് ചെയ്യാൻ കഴിയില്ല. ഒന്ന്. രണ്ട്,
70,000 ആക്കി നിജപ്പെടുത്താൻ പറയുന്നു. അത് 80,000, ചിലപ്പോൾ 90,000 പരമാവധി ഭക്തരെ ഒരു ദിവസം അവിടെ ഉൾക്കൊള്ളാൻ കഴിയൂ. അത് തന്നെ പല ദിവസങ്ങളിൽ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ്. എന്നാൽ ശബരിമല അയ്യപ്പന് ഇവരാരേലും ഇടനില നിന്ന് കൊട്ടേഷൻ എടുത്ത ആളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ശബരിമലയിലേക്ക് ഇപ്പോഴും 10,000-കണക്കിന് ആളുകൾ ഇനിയും വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ ആളെ കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത് സ്പോൺസർഷിപ്പാണ്. ഇതൊന്നുമില്ലാതെ നേരത്തെ ശ്രീ കെ ജയകുമാർ അവിടെ സ്പെഷ്യൽ കമ്മീഷൻ ഓഫീസറായി ഇരിക്കുന്ന സമയത്തടക്കം അതിന് മാതൃകാപരമായ സംവിധാനം നേരത്തെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചാണ്. ഇത് മൂന്നും പച്ച നുണയാണെന്നിരിക്കെ ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ ഇത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടൊരു പരിഹാരക്രിയയാണ്. പരിഹാരക്രിയയും പാളി എന്ന് വായിക്കണോ? ഇപ്പോൾ പരിഹാരക്രിയ പാളിയെന്ന് മാത്രമല്ല, നമ്മുടെ യശശരീരനായ ശ്രീ ബാലകൃഷ്ണപിള്ള എപ്പോഴും പറയായിരുന്നു, അയ്യപ്പസ്വാമിയെ തൊട്ട് കളിക്കരുത്, കളിച്ചാൽ വിവരം അറിയും. അദ്ദേഹത്തിന്റെ വാക്കുകൾ അറം പറ്റിയതാണോ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ തൊട്ട് പുറകെയാണല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നു. ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരുമോ? നിർത്തൂലടാ, അമ്മാര് ഷോയിലെ കുറച്ചാളായിട്ട് നീ അവിടെ കിടന്ന് കാണിച്ചു കിട്ടിയത്. അപ്പൊ അയ്യപ്പ സ്വാമിയുടെ കളിയാണോ അതോ യാദൃശികമായിട്ട് സംഭവിച്ചാണോ എന്നറിയില്ല. ഈ സർക്കാരിന് ഏറ്റവും വലിയ പ്രതിച്ഛായ നഷ്ടം വരുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതാണ്. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? അത് പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾ, പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ. ഇങ്ങനെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനും മറ്റുമൊക്കെ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ തന്നെ ഉണ്ട്. എന്നെ സംശയിക്കരുത്. അപ്പൊ ഇതിനെ ഒരു തരത്തിലും വിശദീകരിക്കാനോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഭക്തന്മാരെ അല്ലെങ്കിൽ പാർട്ടിക്കാരെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് സർക്കാർ കഴിയുകയോ ചെയ്തിട്ടില്ല. ഇന്ന ദിവസം വരെ പത്മകുമാറിന്റെ കാര്യത്തിൽ പാർട്ടി എന്തെങ്കിലും വ്യക്തത വരുത്തിയിട്ടുണ്ടോ? പാർട്ടിയുടെ താത്വിക ആചാര്യനും സെക്രട്ടറിയുമായിട്ടുള്ള ഗോവിന്ദൻ മാഷ് ഇത് സംബന്ധിച്ച് വ്യക്തതയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു? ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്നത് AK ബാലൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വാസവൻ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറയാത്ത എന്തുകൊണ്ടാ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അപ്പൊ ജനങ്ങളുടെ ഇടയിലുള്ള സംശയമല്ല, ജനങ്ങളുടെ ഉള്ളിലുള്ള ബോധ്യം കൂടുതൽ ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. അത് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കേവലം ഒരു കൊള്ളയല്ല, അതിനേക്കാൾ ഉപരി സർക്കാരിന്റെ അറിവോടും ആശീർവാദത്തോടും കൂടി നടന്ന വലിയ ഒരു, എന്താ പറയാ, പകൽക്കൊള്ള എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതിലും വലിയ ഒരു വലിയ തട്ടിപ്പാണ് എന്ന് പറയാതിരിക്കാൻ തോന്നില്ല. മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് അപ്പൊ ആ കാര്യം കൂടുതൽ വ്യക്തമായി. അപ്പൊ ഈ അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ട് ഒരു ഫലമുണ്ടായി. അയ്യപ്പ സ്വാമിയുടെ കോപം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഈ കള്ളന്മാരാരൊക്കെയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. എന്നെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. സംഗമം പൊളിക്കാൻ വേണ്ടിയുള്ള നീക്കമെന്ന് അതിനെ പരിഹസിച്ചവർക്ക് പിന്നെ കാലം മറുപടി നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം കൂടി കൗതുകത്തോടെ ഓർക്കുകയാണ് ശ്രീ ജയശങ്കർ. അവിടെ കലവരക്കാരനും ദേഹണ്ണക്കാരനും വിളമ്പുകാരനും ഒക്കെയായി സർവാധികാരിയായി നിന്ന, രണ്ടാം മുണ്ടും വിട്ടു നിന്ന മുരാരി ബാബുവാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യം അകത്തു പോയത്. ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതും അത് യാദൃശ്യമായിരിക്കാം.